Welcome back to my channel, English Grammar Teaching and Learning. Let us continue our story. In the last class, we learned 3 paragraphs of our story, a very old man with enormous wings, and also studied one question and its answer. Then I have written the answer in the blackboard. First question A. Why does the sight of the old man frighten Pelayo? എന്തുകൊണ്ടാണ് why does the sight of the old man frightens Pelayo? പെലായയ്ക്ക് ഭയം ഉണ്ടായത് ആ മനുഷ്യൻ്റെ കാഴ്ച അല്ലെങ്കിൽ ആ മനുഷ്യനെ ഏത് രീതിയിൽ കണ്ടപ്പോഴാണ് പെലായയ്ക്ക് ഭയം ഉണ്ടായത്? വൈ എന്തുകൊണ്ടാണ് അങ്ങനെ ഭയം തോന്നാൻ കാരണം? വൈ ഡസ് ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? അപ്പോൾ ഓൾഡ് മാൻ്റെ ആ അവസ്ഥ എന്തുകൊണ്ടാണ് പെലായയെ ഭയപ്പെടുത്തിയത്? ആൻസർ, ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻസ്. അതിൽ നിന്ന് തന്നെ, ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ആൻസർ തുടങ്ങുന്നു. ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻ എന്നുള്ളത് ഫ്രൈറ്റൻസ് ഡസ് ആയതുകൊണ്ട് ഫ്രൈറ്റൻസ്. ഇനി വൈ, അതിന് ഉത്തരം. അപ്പോൾ ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻസ് ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇൻ ദി ഡാർക്ക്നെസ്, ഇരുട്ടത്തെ, പെലയോ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോനിങ് ഇൻ ദി റിയർ ഓഫ് ദി കൗർട്ട്യാർഡ്. അപ്പോൾ പുറവശത്തെ മുറ്റത്തുകൂടി എന്താണ് ഇഴയുന്നത്, എന്താണ് ഞരങ്ങുന്നത്, ആ വെളിച്ചത്തിൽ, ഇരുണ്ട വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇരുട്ടത്ത് പെലായോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോനിങ് ഇൻ ദി റിയർ ഓഫ് ദി കൗർട്ട്യാർഡ്. ആഫ്റ്റർ എ ക്ലോസ് ലുക്ക്, വളരെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ആൻ ഓൾഡ് മാൻ ലൈങ് ഫേസ് ഡൗൺ ഇൻ ദി മഡ്. കമിഴ്ന്നു കിടക്കുന്ന, ചെളിയിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരാളെയാണ് അയാൾ കാണപ്പെട്ടത്. അപ്പോൾ ഈ സൈറ്റാണ് അയാളെ ഭയപ്പെടുത്തിയത്. ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കോൺടെസ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇരുട്ടായതുകൊണ്ട് പെലായോയ്ക്ക് ആ വ്യക്തിയെ എന്താണ് ആ ഇഴഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നത്, മുരളുന്നത്, മൂളുന്നത്, പുറകുവശത്തൂടി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വളരെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഒരു പ്രായം ചെന്ന വാസ് ആൻ ഓൾഡ് മാൻ. ഓൾഡ് മാൻ വീണ്ടും വിശേഷം പറയുന്നുണ്ട്. എ വെരി ഓൾഡ് മാൻ ലൈങ് ഫേസ് ഡൗൺ ഇൻ ദി മഡ്. ഓക്കെ, ലെറ്റ് us continue the remaining paragraph. The next paragraph. The man was dressed like a rat picker. അയാളുടെ വേഷവിധാനം ഇനി ശ്രദ്ധിച്ചാലോ. ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചാണ്. ഇൻ ദാറ്റ് പാരഗ്രാഫ് ടെൽസ് us the physical condition of that old man. The man was dressed like a rat picker. Rat picker means one who buy and sell rag. പഴന്തുണി വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളിനെ നമുക്ക് റാറ്റ് പിക്കർ എന്ന് പറയാം. അപ്പോൾ റാറ്റ് പിക്കർ എന്ന ഒരു ഇന്നർ മീനിങ്ങിൽ പറഞ്ഞാൽ വെരി പുവർ, മാർജിനലൈസ്ഡ്, ഫേസിങ് പോവർട്ടി, അങ്ങനെയും ഒരു മീനിങ് നമുക്കെടുക്കാം. വളരെ ദരിദ്രനായ അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട. ഇവിടെ ദി മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാറ്റ് പിക്കർ. അപ്പോൾ അങ്ങനെ പ്രാന്തവൽക്കരിക്കപ്പെട്ട, ദാരിദ്ര്യത്തിൽ കഴിയുന്ന, മാർജിനലൈസ് ചെയ്യപ്പെട്ട അതുപോലുള്ള ഒരവസ്ഥ അയാൾക്കുണ്ട്. There were only a few faded hairs left on his bald skull. Bald headed കഷണ്ടി. Bald skull, തലയിൽ മുടി ഇല്ലാതെ തലയോട്ടി കാണാം. അതിൽ അങ്ങിങ്ങായിട്ട് കുറച്ച് നരച്ച മുടിയുണ്ട്. അതാണ് there were only a few faded hairs left on his bald skull and very few teeth in his mouth.
അങ്ങും ഇങ്ങുമായിട്ട് ഒന്നോ രണ്ടോ പല്ലുകൾ, വളരെ കുറച്ച് പല്ലുകൾ മാത്രം വായിൽ. അപ്പോൾ ദിസ് ഈസ് ദി ഫിസിക്കൽ കണ്ടീഷൻ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദർ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തച്ഛൻ. എങ്ങനെയുള്ള ആളാണത്? അയാളുടെ കണ്ടീഷൻ ഹിസ് പിറ്റിഫുൾ ദയനീയമായ അവസ്ഥ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് മീൻസ് വെറ്റ്, സോക്ട്, നനഞ്ഞ് കുതിർന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മൾ മാങ്ങ ഉപ്പിലിട്ടാൽ ഉപ്പുമാങ്ങയായി ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ്, അതാണ് ഇവിടുത്തെ അർത്ഥം. ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് മുതുമുത്തശ്ശൻ. ഈ അടുത്ത സമയത്തായിട്ട് ഒരു 125 വയസ്സുള്ള ഒരാൾ, നോർത്ത് ഇന്ത്യക്കാരനാണ്, അയാളിങ്ങനെ പൂജിക്കുന്നതായിട്ട് വൈറലായ ഒരു വീഡിയോ കാണാനിടയായി. സ്കെലിട്ടൺ, വെറും എല്ലും തോലുമായ എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഇല്ല. അപ്പോൾ ശരീരത്തിൽ ഫ്ലഷോ ബ്ലഡോ ഇല്ലാത്ത, അല്ലെങ്കിൽ അത്രയും ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോടു കൂടിയ മനുഷ്യൻ. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. പണ്ട് നമ്മൾ പറയത്തില്ലയോ, ആവുന്ന കാലത്ത് ആള് വളരെ വില്ലനായിരുന്നു, അതുപോലെ ആ ഗാംഭീര്യം ഒക്കെ പോയി. അതെല്ലാം ഹി മൈറ്റ് ഹാവ് ഹാഡ്, അദ്ദേഹത്തിന് ആ കാലത്തുണ്ടായിരുന്ന ആ നല്ല ആരോഗ്യ സമയത്ത് നല്ല ഒരു മനുഷ്യനായിരുന്നു. ഹി മൈറ്റ് ഹാവ് ഹാഡ്, അന്ന് ആരോഗ്യമുള്ള സമയത്തുണ്ടായിരുന്ന ആ സൗന്ദര്യമൊക്കെ പോയി, ഗാംഭീര്യമൊക്കെ പോയി. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദി മഡ്. പിന്നെയോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. ബസാർഡ് മീൻസ് ഒന്നുകിൽ വൾച്ചർ ലൈക്ക്, വിങ്സ് ഓഫ് വൾച്ചേഴ്സ് ഓർ ഹോക്ക്, കഴുകിൻ്റെയോ അല്ലെങ്കിൽ പരുന്തിൻ്റെയോ ചിറക് പോലെ. അതെങ്ങനെയാണ്? വളരെ വൃത്തിഹീനമായി. ഹാഫ് പ്ലക്ട്, പകുതി ചിറക് കൊഴിഞ്ഞു പോയിരിക്കുന്നു, പറിച്ചെടുത്തതുപോലെ. ഹാഫ് പ്ലക്ട് വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദി മഡ്, ആ പകുതി എവിടെ മെർജ് ചെയ്തിരിക്കുന്നു? ചെളിയിൽ. ഇതായിരുന്നു മറ്റൊരു അവസ്ഥ. അപ്പോൾ വാട്ട് വാസ് ദി ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നതിന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ അതിന് ആൻസർ എങ്ങനെ കൊടുക്കും? ദി മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച, പോവർട്ടി അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരാളുടെ അവസ്ഥ. There were only a few faded hairs left on his bald skull and very few teeth in his mouth. വായിൽ അങ്ങുങ്ങ് 1-2 പല്ലുകൾ. മുകളിലാണെങ്കിലോ തലമുടി എങ്ങനെ തലയോട്ടി കാണാം, അതിൽ നരച്ച 1-2 മുടികൾ. പിന്നെ ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അങ്ങനെ തൊലി ചുക്കിച്ചുളിഞ്ഞ് ശുഷ്കിച്ച ഒരു മുതുമുത്തശ്ശൻ. അതാണ് അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. പണ്ട് ആൾ വളരെ വില്ലനായിരുന്നു, ആ ഗാംഭീര്യമൊക്കെ പോയിരിക്കുന്നു. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ. ഹിസ് ഹ്യൂജ് മീൻസ് എനോർമസ്, ബിഗ്. ബസാർഡ് മീൻസ് ലൈക്ക്, വിങ്സ് ലൈക്ക്. ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിങ്സ് ലൈക്ക് ഹാക്ക്, ഒന്നുകിൽ കഴുകൻ, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, പരുന്തിൻ്റെയോ അല്ലെങ്കിൽ കഴുകൻ്റെയോ ചിറകുകൾ, വലിയ ചിറകുകൾ. അതും ഡേർട്ടി, വൃത്തിയില്ലാത്ത, ആൻഡ് ഹാഫ് പ്ലക്ട്, പകുതിയും പറിച്ചു മാറ്റപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. അതും വേറെ എൻറ്റാങ്കിൾഡ് ഇൻ ദി മഡ്, എവിടെ കുടുങ്ങിയിരിക്കുന്നു? ചെളിയിൽ. ദെൻ അപ്പോൾ അവിടെ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതേണ്ടി വരും. വൈ വാസ് ദി ഓൾഡ് മാൻ അൺഎബിൾ ടു ഗെറ്റ് അപ്പ്? വൈ വാസ് ദി ഓൾഡ് മാൻ അൺഎബിൾ ടു ഗെറ്റ് അപ്പ്? ആ പ്രായം ചെന്ന മനുഷ്യനെ എന്തുകൊണ്ട് ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല? വൈ വാസ് ദി ഓൾഡ് മാൻ അൺഎബിൾ ടു ഗെറ്റ് അപ്പ്? ഇപ്പോൾ ഈ പാരഗ്രാഫ് ഞാൻ വായിച്ചതിന് ശേഷം ഇത് പറയാൻ കാരണം, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ എവിടെയാണ്? നമ്മളുടെ സെക്കൻഡ് പാരഗ്രാഫിലുണ്ട്.
ബാക്കി വരുന്നത് 4th പാരഗ്രാഫിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാരഗ്രാഫ് ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം അതിന് ആൻസർ തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നത്? വൈ വാസ് ദി ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്? ദി ഓൾഡ് മാൻ വാസ് അൺഏബിൾ ടു ഗെറ്റ് അപ്പ് ഓർ കുഡ് നോട്ട്. അൺഏബിൾ ടു ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ, ഏബിൾ ടു ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ വാസ് ഏബിൾ ടു ഗെറ്റ് അപ്പ് കഴിയുന്നു, അൺഏബിൾ ടു ഗെറ്റ് അപ്പ് കുഡ് നോട്ട് ഗെറ്റ് അപ്പ് കഴിഞ്ഞില്ല. വൈ വാസ് ദി ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഏബിൾ ടു എന്ന പ്രയോഗം പഠിപ്പിച്ചത്. ഇവിടെ ഏബിൾ ടു എന്ന് പറഞ്ഞാൽ ഈസ് ഏബിൾ ടു, ആം ഏബിൾ ടു, ആർ ഏബിൾ ടു എന്ന് പറഞ്ഞാൽ ക്യാൻ. ഈസ് നോട്ട് ഏബിൾ ടു, ആം നോട്ട് ഏബിൾ ടു, ആർ നോട്ട് ഏബിൾ ടു എന്ന് പറഞ്ഞാൽ കനോട്ട്. ഇനി വാസ് ഏബിൾ ടു, വേർ ഏബിൾ ടു എന്ന് പറഞ്ഞാൽ കുഡ്. വാസ് നോട്ട് ഏബിൾ ടു, വേർ നോട്ട് ഏബിൾ ടു എന്ന് പറഞ്ഞാൽ കുഡ് നോട്ട്. ആ കുഡ് നോട്ടിന് പകരമുള്ള വൺ വേർഡാണ് എന്ത്? അൺഏബിൾ. അപ്പോൾ വാസ് ദി ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്. എന്തുകൊണ്ടാണ് ആ പ്രായം ചെന്ന മനുഷ്യനെ എഴുന്നേൽക്കാൻ പറ്റാതെ ഇരുന്നത്? കാരണം ഇവിടെ നമ്മൾ ഓൾഡ് മാൻ്റെ അവസ്ഥ കണ്ടു. അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ എങ്ങനെ തുടങ്ങാൻ ചോദ്യം? വൈ വാസ് ദി ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്? ദി ഓൾഡ് മാൻ വാസ് അൺഏബിൾ ടു ഗെറ്റ് അപ്പ് ഓർ കുഡ് നോട്ട് ഗെറ്റ് അപ്പ് ബിക്കോസ്. അതിൻ്റെ കാരണം എന്താണ്? ഓഫ് ഹിസ് എനോർമസ് ഹ്യൂജ് ബസാർഡ് ഡേർട്ടി ഹാഫ് പ്ലക്ഡ് വിങ്സ് വെയർ എൻഡാങ്കിൾഡ് ഇൻ ദി മഡ്. അതിൻ്റെ കാരണം ഹിസ് എനോർമസ് വളരെ വലിയ, ഹ്യൂജ് മറ്റൊരു വിശേഷണം, ബസാർഡ് ഹാക്ക് ലൈക്ക്, ഈഗിൾ ലൈക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ കഴുകനെ പോലുള്ള ആ ചിറകുകൾ, പരുന്തിനെ പോലുള്ള ചിറകുകൾ, ഡേർട്ടി ഹാഫ് പ്ലക്ഡ് വിങ്സ് വെയർ എൻഡാങ്കിൾഡ് ഇൻ ദി മഡ്. അപ്പോൾ ആ വിങ്സിൻ്റെ പ്രത്യേകതകളാണ്. എന്തെല്ലാം വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്? എനോർമസ് ആണ്, ഹ്യൂജ് ആണ്, ബസാർഡ് ആണ്, ഡേർട്ടി ആണ്, ഹാഫ് പ്ലക്ഡ് ആണ്. അങ്ങനെയുള്ള ചിറക് എവിടെ എവിടെ എൻഡാങ്കിൾഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതിഞ്ഞു കിടക്കുന്നു? മഡിൽ. ദാറ്റ് ഇമ്പഡഡ് ഹിം ടു ഗെറ്റ് അപ്പ് ഫ്രം. അതാണ് അയാളെ അതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, കരകയറുവാൻ അല്ലെങ്കിൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ തടസ്സപ്പെടുത്തിയ വസ്തുത. ആ രണ്ടാമത്തെ ചോദ്യം അതാണ്. രണ്ടോട് ചേർത്തിട്ട് നമ്മൾ ആ വിങ്സിൻ്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിങ്സിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ പറയുന്നത്? ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ് ആൻഡ് സോ ക്ലോസ്ലി ദാറ്റ് പെലയോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്, വളരെ നേരം നിരീക്ഷിച്ചു. ദേ ലുക്ക്ഡ്. അപ്പോൾ പെലയോ ആൻഡ് എലിസൻഡ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്, വളരെ കൂടുതൽ സമയം ശ്രദ്ധിച്ചു. സോ ക്ലോസ്ലി, വളരെ അടുത്ത് നിരീക്ഷിച്ചു. ദാറ്റ് പെലയോ ആൻഡ് എലിസൻഡ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്, പെട്ടെന്ന് തന്നെ അവർ തരണം ചെയ്തു എന്ത്? അവരെ അതിശയപ്പെടുത്തിയ ആ വസ്തുത. അങ്ങനെ വളരെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം പിടികിട്ടി. ഇൻ ദി എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അങ്ങനെ അതൊരു പ്രായം ചെന്ന മനുഷ്യനാണെന്ന് മനസ്സിലായി, ഇത്തരം ചിറകുണ്ടെന്ന് മനസ്സിലായി. അവരങ്ങനെ പരിചയപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്തി. ഫൗണ്ട് ഹിം ഫെമിലിയർ, അവർക്ക് പരിചിതനായി. ദെൻ ദേ ഡയർഡ് സ്പീക്ക് ടു ഹിം. പിന്നെ അവർ അവനോട് സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. ദെൻ ദേ ഡയർഡ് സ്പീക്ക് ടു ഹിം. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. അതാണ് ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. ഹി ആൻസേർഡ്, അവർ ചോദിച്ച ചോദ്യത്തിനെല്ലാം അവൻ ഉത്തരം പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ്? ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. ഇൻകോംപ്രിഹെൻസിബിൾ മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, because dialect is entirely different from that person and our persons or പെലയോ ആൻഡ് എലിസൻഡ. എലിസൻഡയുടെ ഭാഷയും ഇയാളുടെ ഭാഷയും തമ്മിൽ വൈവിധ്യമുണ്ടായിരുന്നു. ആ ഭാഷാഭേദം അല്ലെങ്കിൽ ലാംഗ്വേജ് വേരിയേഷൻ കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇയാൾ പറഞ്ഞത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അവർക്ക് എങ്ങനെ ഫീൽ ചെയ്തത്? ഒരു ശക്തനായ നാവികൻ്റെ ശബ്ദമായിട്ട് അനുഭവപ്പെട്ടു. ഇൻകോംപ്രിഹെൻസിബിൾ, കോംപ്രിഹെൻസിബിൾ, അണ്ടർസ്റ്റാൻഡബിൾ.
ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇൻകോംപ്രിഹെൻസിബിൾ, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഓഫ് ഡയലക്റ്റ്. എല്ലാ ലാംഗ്വേജ് വേരിയേഷൻ കൊണ്ട് അയാളുടെ ഭാഷ ഇവർക്ക് മനസ്സിലായില്ല. അവിടെയും നമുക്ക് ചോദ്യം അടുത്ത പാരഗ്രാഫ് ചേർത്തിട്ട് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ, ദേ കൺക്ലൂഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം സം ഫോറിൻ ഷിപ്പ്. അങ്ങനെ അവർ ഒരു അസംഷനിലെത്തി, അല്ലെങ്കിൽ ഒരു ഉപസംഹാരത്തിലെത്തി, ഇങ്ങനെ ഉറച്ചു തീരുമാനിച്ചു. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം സം ഫോറിൻ ഷിപ്പ്. ഏതോ വിദേശ കപ്പലിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. അതിൽ നിന്ന് എറിയപ്പെട്ട, ഇവിടെ കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ ലോൺലി ആയിട്ടുള്ള ഷിപ്പർക്ക്, അതായത് കപ്പൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകൾ ഒറ്റപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നീന്തി ഏതെങ്കിലും ദ്വീപിൽ അല്ലെങ്കിൽ കരയ്ക്ക് അടുക്കും. അങ്ങനെ ഉള്ള ഒരാളാണ്. റെക്ട് ബൈ ദി സ്റ്റോം, അതും കൊടുങ്കാറ്റത്ത് കപ്പൽ പലപ്പോഴും ഷിപ്പർക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ കപ്പൽ ദുരന്തത്തിൽ പെട്ട് കൊടുങ്കാറ്റിൽ പെട്ട കപ്പലിൽ നിന്ന് എറിയപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ്. കാരണം സെയിലേഴ്സ് വോയിസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്, ഇതൊക്കെ ഇയാൾ ഇങ്ങനെ വിദേശ കപ്പലിൽ നിന്ന് എറിയപ്പെട്ട ആളാണെന്ന് ഉള്ളതിന് ഉള്ള തെളിവുകളാണ് ഈ രണ്ട്. ഒന്ന് ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്, രണ്ടാമത്തത് ഫോറിൻ ഷിപ്പർക്ക്, അങ്ങനെ ഒരു അസംഷനിലെത്തുന്നു. ദെൻ ദേ കാൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. പിന്നീട് അവരെന്ത് ചെയ്തു, പെലായോയും എലിസൻ്റെയും ദേ കാൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. അയൽക്കാരെ ആയ ഒരു സ്ത്രീയെ വിളിച്ചു, അവർക്ക് അറിയിപ്പ് കൊടുത്തു. ആൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ആ അയലത്തുകാരി സ്ത്രീക്ക് ഒറ്റ നോട്ടം, ഒറ്റ ഗ്ലാൻസ്, ഷീ അണ്ടർസ്റ്റുഡ് ഹൂ ഹീ വാസ്. അയാൾ ആരാണെന്ന് പെട്ടെന്ന് തന്നെ ആ സ്ത്രീക്ക് പറയാൻ കഴിഞ്ഞു. ഇവർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ആൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക്, ഒറ്റ നോട്ടത്തിൽ, ഒറ്റ ഗ്ലാൻസ്, ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. പെലായോയ്ക്കും എലിസൻ്റെയ്ക്കും പറ്റിയ മിസ്റ്റേക്ക്, തെറ്റ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഈ അയൽക്കാരിയായ സ്ത്രീക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഹീസ് ആൻ ഏഞ്ചൽ. അവൾ പറഞ്ഞു, ഇദ്ദേഹം ഒരു ദൂതനാണ്. ഏഞ്ചൽ, ഹീസ് ആൻ ഏഞ്ചൽ. അപ്പോൾ നമ്മൾ മാലാഖ എന്ന് പറയുന്നില്ല, ഒരു ദൂതൻ. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്ത്രീ സംബോധനയ്ക്ക് ഉപയോഗിക്കുന്നു. ചിറകുള്ളത് കൊണ്ടാണ് ആ അസംഷനിൽ എത്തുന്നത് പെട്ടെന്ന് തന്നെ. ഒരു ദൂതനാണ് എന്ന അസംഷനിൽ, അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹീസ് ആൻ ഏഞ്ചൽ, ഷീ ടോൾഡ് ദം. ഈ അയൽക്കാരി സ്ത്രീ ഇവരോട് പറഞ്ഞു, ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ചൈൽഡ്. അവൻ കുട്ടിയെ തേടിയായിരിക്കണം വന്നിരിക്കുന്നത്. ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദി ചൈൽഡ്. കുട്ടിക്ക് വേണ്ടി ആയിരിക്കണം ഇയാൾ വന്നിരിക്കുന്നത്. ബട്ട് ദി പൂർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദി റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. എന്നാൽ മഴയായതുകൊണ്ട് മഴയാണ് ഇയാളെ യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് തോന്നുന്നു. റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ, അദ്ദേഹത്തെ ഇടിച്ചിട്ടത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ കമിഴ്ന്ന് ഇവിടെ കിടക്കാൻ കാരണം മഴ തന്നെയെന്ന് ഒരു അസംഷനിൽ എത്തുന്നു. ഇനി ഇവിടെ നമുക്ക് ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. ദിസ് സ്റ്റോറി ഹാസ് മെനി തീംസ്. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, മാജിക്കൽ റിയലിസം ആണ് ഇതിൻ്റെ തീമെന്ന് പറഞ്ഞു. മാജിക്കൽ റിയലിസം, അത് ഫസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മാജിക്കൽ റിയലിസം യഥാർത്ഥത്തിൽ ഫാൻറ്റസിയെയും അതുപോലെ റിയാലിറ്റിയെയും അതിന് ഇടയിലുള്ള മിസ്റ്റേക്കുകളെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു പുതിയ ലിറ്റററി ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. അപ്പോൾ അവിടെ മാജിക് ഉണ്ട്, റിയലിസം ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, റിയാലിറ്റി ഉണ്ട്. ഇവിടെ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്, വിശ്വാസത്തിൻ്റെ, അതുപോലെ തന്നെ ഇവിടെ സൂപ്പർസിഷനും വരുന്നുണ്ട്, അവിശ്വാസവും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അയൽക്കാരി സ്ത്രീയിൽ നിന്ന് മനസ്സിലാവുന്നത് ദിസ് ഈസ് എ സ്പിരിച്വൽ ബോഡി. ഇതൊരു ആത്മീയ ശക്തി, അല്ലെങ്കിൽ ഈശ്വരനാൽ അല്ല ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദൂതനാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവിടെ അവിശ്വാസത്തിൻ്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു.
ഇനി അടുത്ത പാരഗ്രാഫിലോ അപ്പോൾ ഇവരുടെ ഫെയ്ത്തും ബിലീഫും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫെയ്ത്ത് മീൻസ് ദാറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പറയുക, ഫെയ്ത്ത് എന്ന് പറയുക. ബിലീഫ് എന്ന് പറഞ്ഞാൽ സം ഫാക്റ്റ് ആർ റിയാലിറ്റിയാണ്. അവിടെ നമ്മൾ കാണുന്നതിനെ വിശ്വസിക്കുക. അപ്പോൾ അതിന് വി ക്യാൻ ഗിവ് എവിഡൻസ്, പ്രൂഫ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഫെയ്ത്തിന് അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. അതാണ് അക്സെപ്റ്റൻസ് മാത്രം. ഇവിടെ വിത്ത് എവിഡൻസ് വി ക്യാൻ അക്സെപ്റ്റ് സംതിങ് വിത്ത് എവിഡൻസ്, ദാറ്റ് ഈസ് ബിലീഫ്. ദെൻ ദേ കാൾഡ് ഇൻ എ നെയ്ബർ വുമൺ. അപ്പോൾ അതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ ഫെയ്ത്ത് ഉണ്ട്, ബിലീഫ് ഉണ്ട്. ഓൺ ദി ഫോളോയിങ് ഡേ എവരി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് കാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്. ഓൺ ദി ഫോളോയിങ് ഡേ, തുടർന്ന് വന്ന ദിവസം, എവരി വൺ ന്യൂ, എല്ലാവരും അറിഞ്ഞു, ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, അതുപോലെ മാംസവും രക്തവുമുള്ള, ജീവനുള്ള, അതാണ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, രക്തവും മാംസവുമുള്ള, അതായത് ജീവനുള്ള ഒരു ദൂതൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. വാസ് ഹെൽഡ് കാപ്റ്റീവ്, എങ്ങനെ തടവുകാരനായി പിടിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ്? ഇൻ പെലായോസ് ഹൗസ്. പെലായോസ് ഹൗസിൽ ഇങ്ങനെ രക്തവും മാംസവുമുള്ള ഒരു ദൂതനെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പരന്നു. പെലയോ വാച്ച്ഡ് ഓവർ ഹിം ആൾ ആഫ്റ്റർനൂൺ ഫ്രം ദി കിച്ചൺ. അങ്ങനെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞുള്ള സമയം മുഴുവനും പെലയോ ഇയാളെ വാച്ച് ചെയ്തു, കിച്ചണിൽ നിന്ന് വാച്ച് ചെയ്തു. ആംഡ് വിത്ത് ഈസ് ബെയിലിഫ്സ് ക്ലബ്ബ്. ബെയിലിഫ് എന്ന് പറഞ്ഞാൽ മാനേജിങ് പ്രോപ്പർട്ടി ഓർ അസറ്റ്സ്. ഇൻ ഓർഡർ ടു കീപ് മാനേജ് പ്രോപ്പർട്ടി ആൻഡ് അസറ്റ്, അല്ലെങ്കിൽ ജാമ്യക്കാരൻ, അല്ലെങ്കിൽ കോർട്ടിൻ്റെ പരമാധികാരി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ബെയിലിഫ്. ഇത് പണ്ടത്തെ ഒരു ആചാരമനുസരിച്ച് ഒരു വലിയ തറവാട്ടുകാരൻ, എല്ലാം നിയന്ത്രിക്കുന്ന തറവാട്ടുകാരൻ, അയാളുടെ കയ്യിൽ ഒരു വടിയും കാണും. ക്ലബ്ബ് ഇവിടെ മീൻസ് എ സ്റ്റിക്ക്, അതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി. ആ ഗൗരവത്തിൽ പെലായോ എന്ത് ചെയ്തു? ഇയാളെ വാച്ച് ചെയ്തു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദി മഡ്. എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചെളിക്കുണ്ടിൽ നിന്ന് അയാളെ വലിച്ച് പുറത്തെടുത്തു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദി മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദി ഹെൻസ് ഇൻ ദി ചിക്കൻ കൂപ്പ്. എന്നിട്ട് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് മീൻസ് കൂടെ, ദി ഹെൻസ് ഇൻ ദി ചിക്കൻ കൂപ്പ്, കോഴികളുടെ കൂടെ കോഴിക്കൂട്ടിൽ ഇയാളെ കൊണ്ടിട്ടു, അവിടെ ഇട്ട് പൂട്ടി. അപ്പോൾ ദാറ്റ് ഈസ് ദി അനദർ തീം. അപ്പോൾ ഇവിടെ ഹ്യൂമൻ നേച്ചർ ആർ ഇൻഡിഫറൻറ്റ്. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, വ്യത്യസ്തം. ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാലോ, ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്, നമ്മളൊരു സ്ത്രീകളെയും കൊണ്ട് തുണിക്കടയിൽ പോയാൽ അവർ പെട്ടെന്ന് വീട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം എന്താ? 2 സാരി എടുത്തിട്ടാൽ എ ബി എന്നിരിക്കട്ടെ, സാരിയുടെ നിലവാരം എ ബി. 2 സാരിയോ ഉള്ളെങ്കിൽ എയോ ബിയോ ചൂസ് ചെയ്യും. അവിടെ ഡിഫറൻ്റ് ആണ്. ഇനി എ ടു ഇസഡ് സാരി അവരെ കാണിച്ചാലോ, അവരവിടെ ഇൻഡിഫറൻ്റ് ആണ്. അവർ ചിന്തിക്കും എ ഈസ് ബെറ്റർ ദാൻ ബി, ബി ഈസ് ബെറ്റർ ദാൻ സി, സി ഈസ് ബെറ്റർ ദാൻ ഡി, അവസാനം ഇസഡ് ഈസ് ബെറ്റർ ദാൻ എ. അവിടെയാണ് ഇൻഡിഫറൻറ്റ്. അതുപോലെ ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞത് എന്താണ്? ഇൻഡിഫറൻ്റ് ആണ്. ആ ഒരു കോണ്ടസ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഹ്യൂമൻ നേച്ചർ ആൻഡ് കമ്പാഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തീംസ് നമ്മൾ പറഞ്ഞു. മാജിക്കൽ റിയലിസം കൂടാതെ തന്നെ അതൊരു ടെക്നിക്ക്. അതുപോലെ ഇതിൻ്റെ തീമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചർ ഉണ്ട്. ഓരോന്നും പഠിച്ചു വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആദ്യം കണ്ടത് എന്താണ്? ഹ്യൂമൻ നേച്ചർ കണ്ടു, ഫെയ്ത്ത് ആൻഡ് ബിലീഫ് കണ്ടു. ഇനിയും അടുത്ത പാരഗ്രാഫിൽ, അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഇദ്ദേഹം? നമ്മുടെ ഓൾഡ് മാൻ കോഴിക്കൂട്ടിൽ കോഴിയോടൊപ്പം ആ ചെളിക്കുണ്ടിൽ നിന്ന് അവർ വലിച്ചെടുത്ത് അവിടെ ഇട്ടു. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ്സ് ദി ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഇവർ ഓടി വന്നത് എങ്ങനെയായിരുന്നു? ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ഡെയർ സിക്ക് ചൈൽഡ്. ആരായാലി? എലിസണ്ട അന്ന് ആ സമയത്ത് പെലയോ ഭയപ്പെട്ട് വിളിക്കാൻ ചെന്ന സമയത്ത് എന്ത് ചെയ്യായിരുന്നു?
കുട്ടിയെ പരിചരിക്കായിരുന്നു ഒരു നല്ല തുണി കൊണ്ട് പൊതിഞ്ഞ്. പനി അതിപ്പുറത്ത് പറയുന്നുണ്ട്, ഫീവർ. ഈ ഒരു കോണ്ടസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് എന്തായിരുന്നു, പനിയായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദി ചൈൽഡ് വോക്കപ്പ്, ആ കുട്ടി ഉണർന്നെഴുന്നേറ്റു. നേരത്തെ നമ്മൾ ഗെറ്റപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ വോക്കപ്പ്, ഗോട്ടപ്പ്, ഗെറ്റപ്പ്, വേക്കപ്പ്, ഗോട്ടപ്പ്, വോക്കപ്പ്. വിത്തൗട്ട് അവിടെയും വേറെ ഒരു ഫ്രേസ് നമ്മൾ പഠിച്ചു. എന്താണ്? സെറ്റപ്പ്, ഗെറ്റപ്പ്, വോക്കപ്പ്, പിന്നെ ലുക്കപ്പ്. ഇങ്ങനെ ഒരു 10 ഫ്രേസൽ വേർബുകൾ ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ അവർ ഇതുകൂടെ ഉൾപ്പെടുത്താം. എന്താണ്? വോക്കപ്പ്. വേക്കപ്പിൻ്റെ പാസ്റ്റ് ഫോമാണ് വോക്കപ്പ്. വിത്തൗട്ട് എ ഫീവർ, പനിയില്ല. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, എന്തെങ്കിലും കഴിക്കണമെന്നൊരു ആഗ്രഹം ആ കുഞ്ഞിനുണ്ട്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. ഇവിടെയാണ് കമ്പാഷൻ കാണുന്നത്. അപ്പോൾ ഹ്യൂമൻ നേച്ചർ ഈസ് ഇൻഡിഫറൻറ്റ് ലൈക്ക് കമ്പാഷൻ. ഇവിടെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോയിങ് കൈൻഡ്നസ് ആൻഡ് ജനറോസിറ്റി. ഒരു മഹാമനസ്കത ഇയാളോട് തോന്നി. കാരണം ഈ കുട്ടിയുടെ അസുഖം ഭേദമായത് ഇവർ ചിന്തിച്ചു. എന്ത്? ചിലപ്പോൾ ഇയാൾ ഇങ്ങനെ വന്നതുകൊണ്ടായിരിക്കും എന്നൊരു ചിന്ത അവിടെ നൽകുന്നുണ്ട്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. ദേ ഡിസൈഡഡ് ടു പുട്ട് ദി ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദി ഹൈ സീസ്. അവരങ്ങനെ തീരുമാനിക്കുന്നു. ഇയാൾ, നമ്മളുടെ കുട്ടിയുടെ അസുഖം ഭേദമാവാൻ കാരണം ഈ മനുഷ്യനായിരിക്കും. അതുകൊണ്ട് ഒരു അല്പം കരുണ, കൈൻഡ്നസ് ആൻഡ് ജനറോസിറ്റി ടുവേഴ്സ് ദാറ്റ് ഓൾഡ് മാൻ. ആ പ്രായം ചെന്ന മനുഷ്യനോട് ഒരു കനിവും കാരുണ്യവും ഒക്കെ ഇവർക്ക് തോന്നി. അങ്ങനെ അവർ തീരുമാനമെടുത്തു. പെലയോ ആൻഡ് എലിസൻഡ ഡിസൈഡഡ് ടു പുട്ട് ദി ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്. ഒരു ചങ്ങാടത്തിൽ വെക്കുക ഇയാളെ. വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻ ഫോർ 3 days. 3 ദിവസം കൊണ്ട് അയാൾക്ക്, ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടർ, കുടിവെള്ളം, ആൻഡ് പ്രൊവിഷൻ ഫോർ 3 days, 3 ദിവസത്തേക്ക് ഉള്ളത്. ആൻഡ് ലിവ് ഹിം ടു ഹിസ് ഫേറ്റ്, ബാക്കി അദ്ദേഹത്തിൻ്റെ വിധിക്ക് വിടുക. ടു ഹിസ് ഫേറ്റ് ഓൺ ദി ഹൈ സീസ്. അപ്പോൾ കടലിലേക്ക് ഈ ചങ്ങാടത്തെ തള്ളിവിടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ റിജക്ഷൻ ഓഫ് അൺനോൺ, അറിയപ്പെടാത്ത ഒരാളിനെ പുറന്തള്ളുക, അത് അല്ലെങ്കിൽ ഐസൊലേഷൻ ആൻഡ് എക്സൈൽ. ഇവിടെ ഐസൊലേഷൻ കാണാം. മറ്റൊരു തീമാണ് ഐസൊലേഷൻ ഓർ ലോൺലിനെസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ഐസൊലേഷനായി, അതുപോലെ തന്നെ ലോൺലിനെസ് ആയി, ഫെയ്ത്ത്, ബിലീഫ്, ഹ്യൂമൻ നേച്ചർ, കമ്പാഷൻ, ഇതൊക്കെ ഇതിൻ്റെ തീമായിട്ട് വരുന്നുണ്ട്. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ്സ് ദി ചൈൽഡ് woke up without a fever and with a desire to eat. Then they felt magnanimous. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. ആ ആഴക്കടലിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന സമുദ്രത്തിലേക്ക് ചങ്ങാടത്തിൽ കയറ്റി വിടുക. ഒരു 3 ദിവസത്തേക്കുള്ള വെള്ളം, കുടിവെള്ളം ഒക്കെ നൽകി വിടുക എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മിത്ത് ആൻഡ് റിയാലിറ്റി അല്ലെങ്കിൽ മാജിക് ഓർ ഫാൻറ്റസി, ഇതൊക്കെ ഇതിൻ്റെ തീമായിട്ട് വരുന്നുണ്ട്. മാജിക് ഓർ ഫാൻറ്റസി ഉണ്ട്. പിന്നെ ഐസൊലേഷൻ ആൻഡ് എക്സൈൽ ഓർ ലോൺലിനെസ് ഉണ്ട്. ഹ്യൂമൻ ഇൻഡിഫറൻസ്, ഫെയ്ത്ത്, ബിലീഫ്, കമ്പാഷൻ, ഇതൊക്കെ ഈ ഷോർട്ട് സ്റ്റോറിയുടെ തീമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ബട്ട് വെൻ ദേ വെൻഡ് ഔട്ട് ഇൻ ടു ദി കോർട്ട്യാർഡ് അറ്റ് ദി ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ. വെൻ ദേ വെൻഡ് ഔട്ട് ഇൻ ടു ദി കോർട്ട്യാർഡ് അറ്റ് ദി ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ. അടുത്ത ദിവസം രാവിലെ, പ്രഭാതത്തിൽ തന്നെ, ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ ആ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ അടിച്ചപ്പോൾ, അങ്ങനെ അവർ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തി. ദേ ഫൗണ്ട് ദി ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ദി ഏഞ്ചൽ.
ഈ ഏഞ്ചലിനെ, ഈ ദൂതനെ, ദൂതന് ചുറ്റും ആളുകൾ, അയൽക്കാർ മുഴുവനും കൂടിയിരിക്കുന്നവിടെ. ദേ ഫൗണ്ട് ദി ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ചിക്കൻ കൂപ്പ്. ആ കോഴിക്കൂടിൻ്റെ മുന്നിലുണ്ട് ഹാവിങ് ഫൺ വിത്ത് ദി ഏഞ്ചൽ. അവർ ഈ ശുഷ്കിച്ച ശരീരത്തെ നോക്കി പരിഹസിക്കുന്നു, തമാശ പറയുന്നു. ദി വിസിറ്റേഴ്സ് വെയർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദി കൂപ്പ്. കോഴിക്കൂടാകുമ്പോൾ അതിന് സാധാരണ നമ്മൾ പട്ടിയിലടിച്ച് ഒരു കൂടുണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ മുളം ചുല്ല് വെച്ച് ഏതായാലും അതിൻ്റെ വിടവിലൂടെ എന്തൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു. ടോസിങ് ഹിം തിങ്സ്, വസ്തുക്കൾ എടുത്തെറിയുന്നു. ടു ഈറ്റ്, അവന് കഴിക്കാൻ വേണ്ടി. ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദി കൂപ്പ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെയറിൻഡ് എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. അതിൽ പലരും ഇങ്ങനെ ചിന്തിച്ചു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെയറിൻഡ് എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു അമാനുഷിക ജീവിയല്ല. സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ, അമാനുഷിക ജീവിയല്ല. ബട്ട് എ സർക്കസ് അനിമൽ. അപ്പോൾ അവൻ ഒരു അമാനുഷ്യ ജീവിയല്ല, മറിച്ച് ഒരു സർക്കസ് മൃഗമാണ് എന്നിങ്ങനെ അസംഷനിൽ എത്തുന്നുണ്ട്. അതാണ് മറ്റൊരു വസ്തുത. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം പഠിക്കും. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.